എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പലഹാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദയായിട്ടും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവനായിട്ടും ഗോതമ്പ് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങ നെയ്യിൽ ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഡയറക്റ്റായിട്ട് തേങ്ങ ചിരകിയത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കരപ്പാനി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 അച്ച് ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ അത്യാവശ്യം ചൂടുള്ള ശർക്കരപ്പാനിയാണ്. നമ്മൾ ശർക്കരപ്പാനി ഇതിലേക്ക് ചേർക്കുമ്പോഴേ ചെറു ചൂടോട് കൂടി തന്നെ ചേർക്കാം കേട്ടോ. ചൂട് ആറാൻ നിൽക്കണ്ട. നല്ല ചൂടായാലും നമുക്കിത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ആദ്യമേ തന്നെ നമ്മളിത് ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഇഡ്ഡലിക്ക് മാവ് അരച്ച് വയ്ക്കില്ല, ആ ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട്. വല്ലാതെ ലൂസായി പോകരുത് നമ്മുടെ ഈ ബാറ്റർ. ചെറിയൊരു തിക്നെസ്സിൽ വേണം നമുക്കിതൊന്ന് ബാറ്ററാക്കി എടുക്കാൻ. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് ശർക്കരപ്പാനി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഒരു 1/4 കപ്പോളം ശർക്കരപ്പാനി ഉണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 റോബസ്റ്റ് പഴമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പഴം തന്നെ നോക്കി എടുക്കുക. അത് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിലേക്ക് ഇടുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയിട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ബാക്കി ഇരിക്കുന്ന ഒരു 1/4 കപ്പ് ശർക്കരപ്പാനി ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്കതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാ ഞാനിവിടെ പഴവും ശർക്കരപ്പാനിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഈ ഒരു തിക്നെസ് ഉണ്ടാവണം, എങ്കിലാണ് നമുക്ക് ആ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഒരു പ്ലേറ്റിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ്, സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ ഏതാണെന്ന് വെച്ചാൽ തൂത്ത് കൊടുക്കുക. നെയ്യ് ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. എന്നിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തേക്ക് ബട്ടർ പേപ്പർ വയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാഴയില ഒന്ന് വാട്ടിയിട്ട് അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെയും വെച്ച് കൊടുക്കാം. ഇത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് വെക്കണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 അപ്പം റെഡിയാക്കാനുള്ള ബാറ്ററാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തേക്ക് ഒരു പകുതി ഭാഗമേ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ അതാ ഒരു പകുതി ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പാത്രം അതിലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വേവൊക്കെ നിങ്ങളുടെ ഇതനുസരിച്ചൊക്കെ ഇരിക്കും. ചിലപ്പോൾ ഒരു 15-20 മിനിറ്റൊക്കെ വേണ്ടി വരും കേട്ടോ അത് വെന്ത് വരാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതവിടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അത് തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ബാക്കി ഇരിക്കുന്ന ബാറ്ററും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ചൂടാറിയ ശേഷം പാത്രത്തിൽ നിന്ന് വിടിയിച്ചെടുക്കാം. അപ്പോൾ അത് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം.
അപ്പോൾ അത് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടിയും പഴം വെച്ചിട്ടുള്ള കിണ്ണത്തപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. കാരണം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുന്നതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്